കൊല്ലം ചെങ്കോട്ട പാതയിൽ ആര്യങ്കാവിൽ നിരന്തരം അപകടം നടക്കുന്ന സ്ഥലമാണിത്. 5ഓളം വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടു. ഈ വണ്ടി എങ്ങനെയാണ് റോഡിൻ്റെ നടുവിൽ വന്നത് എന്ന് എന്നെ പോലെ എല്ലാവരും ചിന്തിക്കും. വേറൊന്നുമില്ല, ഈ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വണ്ടിക്ക് റോഡിന് നടുവിലൂടെ വരേണ്ടി വന്നത്. ഒന്നാമതായി ഇവിടെ റോഡിൽ വണ്ടി പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കരുത്. കറക്റ്റ് വണ്ടി റോഡിൻ്റെ നടുവിലാണ് ഉള്ളത്. അതുകൊണ്ട് രണ്ട് സൈഡിലും വേറെ വണ്ടികളൊന്നും ഇപ്പം പാർക്ക് ചെയ്തിട്ടില്ല. ഒരു ദിവസത്തിൽ പുറത്തായി ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കുക നടു റോഡിൽ. ഈ ഭാഗത്ത് സെൻട്രൽ ഒരു ഡിവൈഡർ വെച്ചാൽ എങ്ങനെയായാലും അപകടം ഒഴിവാക്കാം. ഈ പാതയിലൂടെ സഞ്ചരിച്ചു നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ റോഡിൻ്റെ അവസ്ഥയാണെന്ന് നോക്കാം. ഈ അപകടം നടക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ മുമ്പ് തൊട്ടേ നല്ല ഇറക്കവും വളവുമാണുള്ളത്. പക്ഷെ അവിടെ ആക്സിഡൻ്റ് അങ്ങനെ ഉണ്ടാവാറില്ല. ഈ പോകുന്ന വഴിയിലെല്ലാം നല്ല വളവുണ്ട്. അതിൽ 1-2 വളവിൽ വലിയ വാഹനങ്ങൾ 2 കടന്നു പോകുന്നത് കഷ്ടിച്ച. കിലോമീറ്ററോളം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ മിക്കത് ഇറങ്ങി ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടാകുന്നത്. അതിനൊരു മുന്നറിയിപ്പായി ആണ് ഡിവൈഡർ സ്ഥാപിച്ചാൽ കിട്ടുന്നത്. ഒരു മുന്നറിയിപ്പ് കിട്ടും. ഈ ആക്സിഡൻറ്റ് നടന്ന ഒരു 50 മീറ്റർ മുമ്പേ ഒരു സെൻട്രൽ ഡിവൈഡർ സ്ഥാപിച്ചാൽ ഒരു പരിധി വരെ അപകടം ഒഴിവാക്കാം. മുമ്പ് അവിടെ നോ പാർക്കിംഗ് ബോർഡുകളൊക്കെ വച്ചിരുന്നത് അതൊന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ആ വണ്ടി സെൻറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ആ വണ്ടി കിടക്കുന്ന സെൻട്രലായിട്ടൊരു ഡിവൈഡർ വയ്ക്കുകയാണെങ്കിൽ പിന്നെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടത്തില്ല. സ്വാഭാവികമായിട്ടും 2 സൈഡിൽ കൂടെയും വണ്ടികൾ പോകും. ഇത്രയും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ അവിടെ എങ്ങും ഒരു കുഴപ്പവും കൂടാതെയാണ് വരുന്നത്. ഇവിടെ ഒരു പാലം കയറി കഴിഞ്ഞൊരു ചെറിയ ടേണിങ്ങാണ് അത്. അവിടെയും 2 വലിയ വാഹനങ്ങൾ സുഗമമായിട്ട് കടന്നു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടുന്ന് വണ്ടി കയറി വരുന്ന ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടുന്ന് പോകുന്ന വണ്ടി ഇറങ്ങി ചെല്ലുന്ന വണ്ടി ഇപ്പം ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ വരുന്നെങ്കിൽ അവിടുന്ന് കയറി വരുന്ന വാഹനം പതുക്കെയായിരിക്കും വരുന്നത്. ഇതിനൊന്ന് വെട്ടിച്ച് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. കാരണം ലെഫ്റ്റ് സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ആ ഇടിച്ച വാഹനം ഒരു കാരണവശാലും അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും സ്ഥലം കിടന്നിട്ട് ഒരു വാഹനം റോഡിന് നടുവിലൂടെ വരാൻ ചാൻസ് ഇല്ല. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നതുകൊണ്ടാണ് ആ ലോഡും വെച്ച് വരുന്ന വണ്ടി എന്തായാലും ഈ വണ്ടി പതുക്കെ വരും. അത് സെൻട്രലായത്. ഡിവൈഡർ ഉണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് നടക്കത്തില്ല, ഈ അപകടങ്ങളും വരത്തില്ല. അതിന് തൊട്ട് 50 മീറ്റർ മുമ്പുള്ളിടത്താണ് വാഹനങ്ങൾ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ കയറി വരുന്നത് കണ്ടാൽ അറിയാം. ഒരു ഗ്യാപ്പില്ല. ഒരു ബൈക്കുകാരന് പോകാൻ പോലും ഗ്യാപ്പില്ല. ഒരു വലിയ വാഹനം ഇറങ്ങി വരുന്ന അതിന് ബ്രേക്കില്ല. ബ്രേക്ക് ഉണ്ടെങ്കിൽ കൂടി ആ വണ്ടികൾ ബ്രേക്ക് ചവിട്ടി ഇത്ര മീറ്റർ മുമ്പോട്ട് പോയേ നിൽക്കൂ.
ഇങ്ങനെ കയറി വരുന്നിടത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ഈ കയറി വരുന്ന വാഹനങ്ങൾ പതുക്കെയായിരിക്കും വരുന്നത്. ആ വണ്ടിക്ക് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് വെട്ടിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ലെഫ്റ്റ് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുക. വൃത്തികേട് കൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് പലതും നടക്കുന്നത്.